ഹായ്. അപ്പോൾ ഇന്ന് വെളിയിലാണ് ഇരിക്കുന്നത്. കാരണം അകത്ത് അടുപ്പ് വെക്കുമ്പോഴത്തേനും അടുപ്പിൽ കത്തിക്കുമ്പോഴത്തേനും വെട്ടത്തിൻ്റെതായിട്ടുള്ള കുറവ്. അപ്പോൾ പുതിയ അടുപ്പൊക്കെ വാങ്ങിച്ചു. വെളിയിലിരുന്നുകൊണ്ട് ഇനി തൊട്ട് പാചകം ചെയ്യാമെന്ന് ഓർത്തു. അപ്പോഴത്തേനും ഐശ്വര്യമായിട്ട് ആദ്യത്തെ പുത്തൻ അടുപ്പിൽ നിന്ന് ബീഫ് വെച്ച് തുടങ്ങാമെന്ന് ഓർത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയ ഐറ്റം, അതായത് അധികം മസാലയൊന്നും ഇടാതെ നല്ലൊരു ബീഫ് വരട്ടിയതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിന്ന് അധികം മസാലയൊന്നും ചേർക്കാതെ ഞങ്ങളുടെ ഇവിടെ ഈ പ്രദേശത്ത്, അതായത് വെള്ളറട ഞങ്ങളുടെ സ്ഥലത്ത് വെക്കുന്ന ഒരു തരം ബീഫ് വെച്ചൊരു സംഭവമുണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. ബീഫ് വരട്ടിയത്, അതും വറ്റൽമുളകിട്ട് വരട്ടിയത്. അതിനാവശ്യമായിട്ടുള്ളത് 3/4 കിലോ ബീഫാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇതിനകത്തിടുന്നത് നമ്മൾ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇട്ടാലേ ഇതിന് ടേസ്റ്റ് കിട്ടൂ. അപ്പം ഇത്രയും ചെറിയ ഉള്ളി, നിങ്ങൾ എത്രത്തോളം ചെറിയ ഉള്ളി എടുക്കുന്നോ അത്രത്തോളം നല്ല രുചിയായിരിക്കും കേട്ടോ. ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ദേ ഇത്രയും വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി. ഞാൻ തക്കാളിക്കയും കൂടെ ചേർക്കുവേ. ചിലർ തക്കാളിക്ക ചേർക്കത്തില്ല, ഞാനൊരു തക്കാളിക്കയും കൂടെ ചേർക്കും കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനമായ വറ്റൽമുളക്, ഇത് ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന്, ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം കേട്ടോ. പിന്നെ ചതച്ച കുരുമുളക് പൊടി, പേരിനൊരു തുള്ളി ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, വെള്ളം, ഉപ്പ്. ഇത്രയും സംഭവമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ കരിയാപ്പില, രമ്പയില. നിങ്ങൾക്ക് രമ്പയില അറിയാവോ? നിങ്ങളുടെ അവിടെ കിട്ടുമോ? ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയാലും നോൺ വെജ് എന്തുണ്ടാക്കിയാലും ഞങ്ങൾ ഈ രമ്പയില ഉപയോഗിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര പ്രധാനമുള്ള സാധനമാണ് തിരുവനന്തപുരംകാർക്ക് ഈ രമ്പയില. നിങ്ങൾക്കറിയാവോ? ഇതാണ് സാധനം കേട്ടോ. ഇത് അപ്പുറത്തെ വീട്ടിലെ ഒരു എൻ്റെ അതേ പ്രായമുള്ള കുട്ടിയാണ്, അവൾ തന്നെ കേട്ടോ. അവരുടെ വീട്ടിൽ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കിട്ടിയില്ല കടകളിൽ. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് തന്നെയാണേ. കണ്ടിട്ടുണ്ടോ നിങ്ങളിത്? നമുക്കേ ഈ ബീഫ് വരട്ടിയതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടോ നല്ല ടേസ്റ്റ് ഈ ബീഫ്. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കപ്പയാണ് കേട്ടോ. കപ്പ പുഴുങ്ങിയതും ബീഫ് വരട്ടിയതുമാണേ. അപ്പം ഐശ്വര്യമായിട്ട് തീ കത്തിച്ച് തുടങ്ങാം. പുത്തൻ അടുപ്പാണ്. അപ്പം ദേ ചട്ടി അടുപ്പത്ത് വെച്ച്, ഇതും പുത്തൻ ചട്ടിയാണ് കേട്ടോ. പുത്തൻ അടുപ്പും പുത്തൻ ചവിട്ടിയും ഐശ്വര്യമായിട്ട് ഇതേ നമ്മൾ തുടങ്ങുവാണേ. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. കുറച്ചേറെ വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ. ഇന്നത്തേക്ക് നമുക്ക് കൊളസ്ട്രോൾ അങ്ങ് മറക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. പിന്നെ ദേ നമ്മുടെ പെരുംജീരകം ഇട്ട് പൊട്ടിക്കാമേ. നമ്മുടെ പെരുംജീരകം അവിടെ ചൂടായി പൊട്ടുന്ന സമയത്തേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാവേ. നമ്മുടെ പെരുംജീരകമൊക്കെ നന്നായിട്ട് മൂത്തേ. നമുക്ക് ഇതിനകത്തോട്ടെ നമ്മുടെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവേ. ഈ കൊച്ചുള്ളി നന്നായിട്ട് വഴണ്ടു വരണേ. നമ്മുടെ ഉള്ളി കുറച്ച് വഴണ്ടിട്ടുണ്ട്. ഇതേ ഇച്ചിരി തേങ്ങാക്കൊത്ത് കൊത്തി വെച്ചിരിക്കുന്നതാണേ. നിങ്ങളിത് നേരത്തെ ഇട്ട് മൂപ്പിക്കണേ. ഞാൻ ഈ ഹടാപിടിയുടെ ഇടയ്ക്ക് ഇത് മറന്നുപോയി. ജസ്റ്റ് ഇതിനെ ഇങ്ങോട്ട് ഒതുക്കി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കണ്ടോ, തേങ്ങാക്കൊത്തും നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴണ്ട് മൂത്ത് വന്നിട്ടുണ്ടേ. ഞാൻ ഇപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല. ഒത്തിരി അങ്ങ് മൂത്തൊക്കെ പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊന്നും കിട്ടത്തില്ല. ഈ പരുവത്തിൽ ഈ ഉള്ളി വഴുന്നതിന് ശേഷം ഇതിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നേ. ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് വഴട്ടിയെടുക്കാമേ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണേ. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മളൊരു തുള്ളി ഉപ്പിട്ടേ നേരത്തെ, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഒരിത്തിരി ഇട്ടോളൂ. കാണിച്ചു
ആവശ്യമില്ല ഇതിനകത്ത്. ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടി, ഇപ്പൊ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാമേ. നമ്മുടെ വറ്റൽമുളക്, നമ്മുടെ മെയിൻ താരമാണ് നമ്മുടെ വറ്റൽമുളക്. വറ്റൽമുളകിലാണ് ഇതിൻ്റെ പേര്. വറ്റലിട്ട് വരട്ടിയ ബീഫ് എന്നാണ്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് എരിവ് ഉപയോഗിക്കും. എൻ്റെ കുഞ്ഞിനും എരിവ് ഇഷ്ടമാണ് കേട്ടോ. ഭർത്താവിന് അത്രയ്ക്ക് ഇഷ്ടമല്ല, എങ്കിലും കൂട്ടും, ഞങ്ങളുടെ കൂടെ കൂട്ടും. ഇപ്പം ഞാൻ ഇത്ര ഇട്ട് കൊടുത്തേ. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. നമുക്കിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗരം മസാല ഇതിനകത്ത് ചേർക്കുന്നില്ല, ഒരു ഇത്തിരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച ഇതൊക്കെ ഒന്ന് പോട്ടെ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്ത കൂട്ടെല്ലാം നന്നായിട്ട്, അതായത് പൊടി, വറ്റൽമുളക് പൊടിച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ചതച്ചത്, ഇതെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സാധനമായ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഈ ബീഫ് വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമേ. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പൂടിട്ട് കൊടുക്കാമേ. ഉപ്പൂടിട്ട് കൊടുത്ത് ഈ വിറകടുപ്പിലെ ചെറു തീയിലിരുന്ന് ഇത് നന്നായിട്ട് വറ്റി വരണ്ട് വരും കേട്ടോ. ഇത് വേഗം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് വരും. ഈ അടുപ്പിലെ ചെറു തീയിലിരുന്ന് വെന്ത് വരും കേട്ടോ. ചൂട് സഹിക്കാൻ മേല ഒന്ന് മുഖമൊക്കെ കഴുകി. അപ്പം ബീഫ് വേകുന്ന സമയത്ത് നമുക്ക് കപ്പ പൊളിച്ചെടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് തണലുണ്ടേ, കിണറിൻ്റെ സൈഡാണ്. അപ്പം ഇവിടെ ഇരുന്ന് കപ്പ പൊളിക്കാന്ന് ഓർത്ത്. കണ്ടോ, നമ്മുടെ ബീഫിനകത്ത്, അതായത് വറ്റൽ മുളകിട്ട് ബീഫിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം വറ്റി വെന്ത് നല്ല കുറുകി. ഞാൻ ഇത്രയും ചാറ് നിലനിർത്തുവാണേ. കപ്പയുടെ കൂടെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് ഗ്രേവി ആവശ്യമാണ്. ഞാൻ ഈ ഒരു പരുവത്തിൽ നിർത്തുവാണേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ സമയമാകുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയെ ഒന്ന് വിതറി കൊടുക്കാമേ. ഒരു നുള്ളിതേ ഇത്രയും പോണം ഗരം മസാല. നമ്മുടെ കരിയാപ്പിലൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ രമ്പ ചേച്ചീനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. കിടക്കുന്ന കണ്ടോ, നല്ല വറ്റൽ മുളകിൻ്റെ കണ്ട സ്വർണ്ണ നിറമുള്ള നല്ല കുറുകിയ നല്ല വറ്റലിട്ട് വരട്ടിയെടുത്ത ബീഫ് കണ്ടാ. ഇറക്കാറായേ, ഇറക്കുവാണേ ഗൈസ്. നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി, വറ്റലിട്ട ബീഫ് റെഡിയായി, ഇറക്കുവാണേ. ദേ നമ്മുടെ ബീഫിൻ്റെ കൂടെ കഴിക്കാനുള്ള കപ്പച്ചേട്ടനെ വയ്ക്കുവാണേ. കണ്ടോ, നമ്മുടെ കപ്പ
ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചെന്ന് എടുത്ത് പറയാൻ കാരണം ഈ കപ്പ അതായത് ഇവിടെ കിട്ടുന്ന ചില കപ്പയ്ക്ക് കുറച്ച് കട്ട് കൂടുതലാണ്, കയ്പ്പ് കൂടുതലാണ്. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ 2 വെള്ളം ഊറ്റിക്കളയും. ഇത് ആദ്യത്തെ വെള്ളത്തിന് തള വന്നേ. ഈ വെള്ളം നമുക്കിനി ഊറ്റി മാറ്റി കളയാം. അത് കഴിഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് പിന്നെയും കപ്പ വേവിക്കാൻ വെക്കാമേ. വെള്ളം ഊറ്റി മാറ്റി അടുത്ത വെള്ളം ഒഴിക്കുവാണേ. കണ്ടോ, കപ്പതേ ഇത്രയും വെന്ത് ഇട്ടിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചെല്ലാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ മഴയുടെ ഒരു ഇടിയും കൊള്ളിയാനും മിന്നലും ഒക്കെ വരുന്നത് കേട്ടോ. പണി പറ്റിക്കുന്നതിന് മുന്നേ നമുക്ക് എത്രയും വേഗം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, കപ്പ വെന്ത് കിട്ടിയിരുന്നെങ്കിൽ സെറ്റപ്പ് ആയേനെ. കപ്പ ഓൾമോസ്റ്റ് വെന്ത് കണ്ടോ. എല്ലാരും കണ്ടോ, കപ്പ നന്നായിട്ട് വെന്ത് കേട്ടോ. നമുക്കിനി ഈ വെള്ളം ഊറ്റി കളയാം കേട്ടോ. കണ്ടോ, കപ്പയുടെ വെള്ളം എല്ലാം നന്നായിട്ട് ഊറ്റി കളഞ്ഞേ. ഇനി നമുക്ക് അവസാനമായിട്ടേ കുറച്ച് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാവേ. കപ്പയ്ക്കകത്തോട്ട് തേങ്ങാപ്പീരയും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ ദേ കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചാലേ അവരെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ യോജിപ്പിച്ച് കാണിച്ചു തരാമേ. പൊക്കിപ്പൊടി. അപ്പം നന്നായിട്ട് ഇതിനെ നമുക്ക് യോജിപ്പിക്കാമേ. കണ്ടോ, നന്നായിട്ട് കപ്പയും കരിയാപ്പലയും തേങ്ങാപ്പീരയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കേ നമ്മുടെ മെയിൻ സാധനത്തിനും കൂടെ എടുത്തുകൊണ്ട് വരാമേ. നമ്മുടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴയിലേക്കകത്തോട്ടെ കുറച്ച് കപ്പയും പിന്നെ നമ്മുടെ മെയിൻ സാധനമായ വറ്റൽ മുളകിട്ട് വഴട്ടിയെടുത്ത് നമ്മുടെ ബീഫും. കപ്പ നമ്മുടെ കുറച്ച് കപ്പയ്ക്കകത്തോട്ട് നമ്മുടെ ബീഫും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാലോ സാധനം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഞാൻ ഈ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങളിത് കൊള്ളാമോ കൊള്ളത്തില്ലയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേട്ടിട്ടല്ല നിങ്ങളിത് വിലയിരുത്തേണ്ടത്. നിങ്ങളിതെല്ലാവരും ഞാൻ കാണിച്ചു തന്ന രീതിയിൽ തന്നെ ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങളിതെങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുതേ. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.